ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സൽന. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിരട്ട ഉപയോഗിച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചിരട്ട എടുത്തിട്ട് നമ്മളിതിൻ്റെ ചിരട്ടൻ്റെ ഉൾവശവും പുറം വശവും എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഒരു ചിരട്ട എടുത്തിയാണ്. ഇതിൻ്റെ ഉൾവശത്തുള്ള ആ ഭാഗമെല്ലാം ഒന്ന് ചിരണ്ടിയിട്ടുള്ള നല്ലോണം ക്ലീൻ ചെയ്തിട്ടെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറം വശവും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ചെറുങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ലോണം വരച്ചിട്ട് അത് മിനുസപ്പെടുത്തിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ പീലർ ഉപയോഗിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് ശേഷം ഞാനിപ്പോൾ വേറെ 2 ചിരട്ട എടുത്ത്, നമ്മളിപ്പോൾ ഒരു തേങ്ങമെന്നുള്ള 2 ചിരട്ടയാണ് എപ്പോഴും എടുക്കേണ്ടത്. നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും നിൽക്കുന്ന പോലത്തെ ചിരട്ട, അടിവശം പരന്ന പോലത്തെ ചിരട്ടയാണ് നല്ലത്. ഞാൻ എൻ്റെ ഉൾവശത്തെല്ലാം ഒന്ന് വാർണിഷ് അടിച്ച് വെച്ചാൽ അപ്പോൾ നമുക്ക് പൂപ്പലെല്ലാം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റും കൂടി അടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഡാർക്ക് കളറുമ്പോൾ എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് നല്ലോണം പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈറ്റ് കളർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഫെവിക്കോൾ SH തേച്ച് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ SH ഫെവിക്കോൾ MR എന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ SH ആകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അത് നമുക്ക് പെയിൻറ്റ് കടയിലെല്ലാം വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടി പശ തേച്ച് കൊടുക്കുക. അങ്ങനെ ഈ 2 ചിരട്ടമ്മൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ഇത് നമ്മൾ ചേർത്ത് ഒട്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറം വശത്ത് വരുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ ഭാഗമെല്ലാം നമ്മൾ മാറ്റണം, കളയണം. അതിന് ശേഷം നമ്മളൊന്നും കൂടി പശ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മളിത് ഉണക്കിയിട്ട് ഇമ്മേൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പിങ്ക് കളറാണ് എടുത്തത്. ഞാനിപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഞാനിതിന് മുമ്പ് തെങ്ങിൻ്റെ പൊരിക്കയിൽ ഈ വൈറ്റ് ബേസ് കോട്ട് കൊടുക്കാണ്ട് പെയിൻറ്റ് ചെയ്തിട്ട് അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ കുറേ കോട്ട് പെയിൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോട്ട് പെയിൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എന്നുള്ള വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതന്നെ നല്ലത്. ഇതിപ്പോൾ നമ്മൾ പെയിൻറ്റ് ഏറ്റവും നന്നായിട്ടൊന്ന് ഉണക്കിയിട്ടെടുക്കുക. പിന്നെ നമ്മൾ അടുത്ത താരം എന്ന് പറയുന്നത് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഞാനിപ്പോൾ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ഡിസൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പേപ്പറിൽ നമുക്ക് ഡിസൈൻ വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിവശത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് സ്റ്റിക്കറുള്ള ടൈപ്പ് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഈ ഒരു വർക്ക് ചെയ്യാൻ സ്റ്റിക്കറുള്ള ടൈപ്പാണ് നല്ലത്. ഇത് നമ്മളിങ്ങനെ ഡിസൈൻ വരച്ചെടുക്കാം. നമ്മൾ പരമാവധി അടുത്തടുത്ത് തന്നെ വരച്ചിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കട്ടൗട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ മുറിച്ച സൈഡിലുള്ള ഭാഗത്തു നിന്ന് തന്നെ അടുത്ത ഡിസൈൻ അങ്ങനെ നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പരമാവധി നമുക്ക് ഇത് വെറുതെ കളയണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പരമാവധി ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മൾ ഒരിക്കലും ഫെവി ബോണ്ടിനെ കൊണ്ട് ഒട്ടിക്കാൻ വേണ്ടി പാടില്ല, അത് ഉരുകി വരും. അടുത്തത് നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നമ്മളിത് ഈ ചിരട്ടയിലൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ചിരട്ടൻ്റെ നടുഭാഗത്ത് നിന്ന് തന്നെ ഇപ്പോൾ തുടങ്ങും. നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗമില്ലേ, അപ്പോൾ നമ്മൾ നടുഭാഗത്ത് നിന്ന് തന്നെ ഒട്ടിക്കുന്നതിനൊന്നും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചിരട്ട ഇളകിപ്പോകുന്ന ഒരു പ്രശ്നം കൂടി ഒന്നും കൂടി അത് നല്ല ഉറപ്പിലവിടെ നിൽക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ നടുഭാഗത്ത് ആ ഒരു സൈഡിൽ നമ്മൾ ജോയിൻ്റ് ചെയ്ത ആ ഒരു സൈഡിലെല്ലാം ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത്. അതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ ചെയ്യും. ഡിസൈൻ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഈ സ്റ്റിക്കർ പറിച്ചിട്ട് കുറച്ച് പശയും കൂടി ആക്കി കൊടുക്കുന്ന ഒന്നും കൂടി നല്ലതാണ്. ഇതിപ്പോൾ ഉരുണ്ട പോലത്തെ ഇതായതുകൊണ്ട് ഇളകി വരും. ഞാൻ മുമ്പ് ഒരു മുട്ടത്തോടും എല്ലാം ചെയ്താൽ ഇങ്ങനെ ഇളകി വന്നിന്. അതുകൊണ്ട് ഞാനിപ്പോൾ പശയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ സ്റ്റിക്കർ ഉണ്ടെങ്കിലും ഒന്നും കൂടി നമ്മൾ പശയാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ജോയിൻറ്റ് മുഴുവനായിട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഒരേപോലത്തെ ഈവണായിട്ടുള്ള ഡിസൈൻ, നമ്മളിപ്പോൾ റൗണ്ട് സ്ക്വയർ അങ്ങനെ ഏതെങ്കിലും ഒരേ സൈസിലുള്ള ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കട്ടിങ് തയ്യാറാക്കിയിട്ട് അത് നമുക്ക് ഈ ഒരു ഫോം ഷീറ്റുമ്പോൾ വെച്ച് കൊടുത്തിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് അത് മുറിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പല മാതിരി ഡിസൈൻ ആയതുകൊണ്ട് നമുക്കിങ്ങനെ വരച്ചിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടി എളുപ്പം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഭയങ്കര സിമ്പിളല്ല, ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിലും പിന്നെ നല്ല ഭംഗിയിലും ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ കണ്ടാൽ ഇപ്പോൾ ആരും പറയില്ല ഇത് ചിരട്ടയിൽ ചെയ്താൽ. പിന്നെ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒരു മൂടിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പരന്ന ഒരു മൂടി ഉണ്ടെങ്കിൽ അതിലും വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചിട്ട് കൊടുക്കുക. ഈ മൂടിയിലും ചെറിയ ഡെക്കറേഷനെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാനൊരു എളുപ്പമുണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇതിലിപ്പോൾ ആവശ്യമായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ ചിലവ് കുറഞ്ഞ നല്ല അടിപൊളി ഷോ പീസാണ് ഇത്. എല്ലാവരും ഇതാണ് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ എൻ്റെ മോള് ചെയ്ത ഒരു ക്രാഫ്റ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ സെറ്റാണ്
വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇത് ഞാനിത് എങ്ങനെയാ ഒളി പേപ്പറും അതും ഇതും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് ആദ്യമേയുള്ള പരിപാടി ഇത് ഒക്കെയാണ്. പക്ഷെ ഇത് ഞാൻ ആദ്യമാണ് ഇത് പഠിച്ചത്. പക്ഷെ ഇത് ഞാൻ ഇതൊരു ചപ്പിൻ്റെ ഒരു പേപ്പർ സെറ്റാണ്. ഇത് ഒളി പേപ്പറിൻ്റെ ഒരു ഡിസൈൻ ടിഷ്യൂ പേപ്പർ അങ്ങനെ കുറേ പ്രാവശ്യം ഞാനിത് ഒട്ടിച്ച് ആണ്. പക്ഷെ ഇത് ഭാഗം നമുക്ക് ഇങ്ങനെ ഒരിക്കാൻ പറ്റും. ഒട്ടിച്ച് കഴിഞ്ഞ പാടെ നമുക്ക് ഇത് ഉരുകിപ്പോലെ ഇപ്പുറത്തും അതുപോലത്തല്ല ഉരുകിപ്പോകുന്നതിനാണ് നമുക്ക് ഇത് അടിയിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് വെറുതെ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു കംപ്ലീറ്റ് ബോട്ടിലാട്ടാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഒടിക്കണം, അല്ലാണ്ട് ഇത് ഒഴുകിപ്പോവാൻ എനിക്കറിയാം, ആദ്യമേ അറിയാം. ഇതിങ്ങനെ കാർഡ്ബോർഡ് പെട്ടിയെല്ലാം ഉണ്ട്. പക്ഷെ അത് ഒട്ടിച്ചത് എവിടെയാണ് ഞാൻ ഒട്ടിച്ചത് കാണിക്കാനും കഴിയൂല. പക്ഷെ അത് അളകുന്നത്ര ഇത് പിന്നെ അത് അഞ്ചെടുക്കും. എൻ്റെ പേര് ഫാത്തിമത്തുൽ മുഹായുടെ. ഞാനിത് ഫുള്ള് ഒളി പേപ്പറൊക്കെ താഴെയുണ്ട്. രണ്ട് വീട് കുറേ എടുത്ത് ഒളി പേപ്പറാണ്. പക്ഷെ എനിക്കൂടെ ഇങ്ങനെ ഒട്ടിക്കാൻ ഒരു ഇങ്ങനെ അളകൊന്നും ഇത് അളകുന്ന അങ്ങനത്തെ ഇത് നല്ലോണം ഒട്ടിക്കണമുണ്ട്. ഇത് എല്ലാം പടച്ചു കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഒട്ടിക്കുക. തേച്ചു ആക്കിയാൽ ഇത് ഉരുകിപ്പോലെ ഒഴുകിപ്പോകുന്ന ഒരു ഷേപ്പാണ് ഉള്ളത്. പക്ഷെ ഇനി അങ്ങനെ തന്നെയാണ് ഇതുണ്ട്. അങ്ങനെ പിന്നെ ഇത് കുഞ്ഞങ്ങനെ അളകും. പക്ഷെ കുഞ്ഞളിയിച്ചുണ്ട അങ്ങനെ ഒരു സാധനവും ഇങ്ങനത്തെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ കുറേ ഒന്നും ഒട്ടിച്ചു നോക്കുമല്ല. അഞ്ചുമ്മ ചിരട്ടുമ്മ ഇതാക്കിന്നട്ടാ. ചിരട്ടുമ്മ ഇത് ഒളി പേപ്പർ ഒട്ടിച്ചിന്നട്ടാ. അതുപോലെ തന്നെ ഞാൻ കൂടെ ഇങ്ങനെ കാണുന്നുണ്ട് ഒളി പേപ്പർ. പക്ഷെ നേരത്തെല്ലാം വീണിച്ച് ഞാൻ കൂടെ ഇങ്ങനെ എടുത്തതാ. പക്ഷെ വേഷമില്ല ഉണ്ട്. പക്ഷെ എനിക്ക് ഞാൻ എടുത്തിച്ചാന്നുള്ള ഇങ്ങനെ ആക്കിയിട്ട് ഒട്ടിക്കാല. അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഞാൻ പറയുന്നത്. ഇതിന് അഞ്ചുമ്മൻ്റെ വീട് ലൈക്ക് തന്നെ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ എല്ലാവർക്കും കൂടി പ്രസ് ചെയ്തിട്ട് ഫോളോ കൂടി അമർത്തണം. ഇത് ഇങ്ങനെ തന്നെയാണ് എല്ലാം ഇങ്ങനെ ആവാം. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് അളകും വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുഞ്ഞൊക്കെ ഇങ്ങനെ ആക്കി ഇരിക്കുന്നതാണ്. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നാളെയും കാണാൻ എപ്പം കാണാൻ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ഫുള്ള് ഒട്ടിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട്. എങ്ങനെയുള്ള കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. പക്ഷെ അന്നേരം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി നാളെ സൺഡേ, മൺഡേ, തേഴ്സ്ഡേ, വെഡ്നെസ്ഡേ, ഫ്രൈഡേ. ഓക്കെ, ഉച്ചാച്ചാ. അങ്ങനെയുണ്ട് പുള്ളിക്കാരത്തി ചെയ്ത വർക്ക്. ഞാൻ ചെയ്തതിൻ്റെ വേസ്റ്റ് മെറ്റീരിയലെല്ലാം ഉപയോഗിച്ചിട്ടാണ് മോള് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഞാൻ ചെയ്ത വർക്കെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ കഴിഞ്ഞ 2 എപ്പിസോഡ്സ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണിത്. ഇപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇതുപോലത്തെ വെറൈറ്റീസിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.